ടി.ജി. മോഹൻജി ഭാഗവത് ഇവിടെ തിരുവനന്തപുരത്തും തൃശ്ശൂരുമൊക്കെ പരിപാടി നടത്തിയിരുന്നു. അപ്പോൾ അതിൽ RSS നടത്തിയ പരിപാടിയിൽ VC മാർ പങ്കെടുത്തു, 3 VC മാർ പങ്കെടുത്തു. അപ്പോൾ അതിനെതിരെ മുഖ്യമന്ത്രിയുടെ വക, ആഭ്യന്തരമന്ത്രിയുടെ വക, പിന്നെ അത് പോരാഞ്ഞിട്ട് കോൺഗ്രസ് ദേശീയ, അതായത് മുഖ്യമന്ത്രിയാകാൻ കൊതിച്ചിരുന്ന KC വേണുഗോപാലിൻ്റെ വക ഈ VC മാരെല്ലാം ഗണവേഷമിട്ട് കുറുവടിയുമായി ശാഖയിൽ പോയി ഗണഗീതം പാടട്ടെ എന്നൊക്കെയാണ് KC വേണുഗോപാൽ പറയുന്നത്. അപ്പോൾ VD സതീശൻ പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്, പൊറുക്കാൻ പറ്റാത്തത് എന്നൊക്കെയാണ്. അല്ല, ഞാൻ എന്ത് പറയാനാണ്, 1948 ജാനുവരി 27-നോ 28-നോ അന്ന് സർസംഘചാലകയായിരുന്ന ഗുരുജി ഗോൾവൽക്കർ തിരുവനന്തപുരത്ത് വന്നു. ഒരു ഗ്രൗണ്ടിലായിരുന്നു പ്രഭാഷണം. അന്ന് അദ്ദേഹത്തെ കല്ലെറിയാനായിട്ട് വന്ന പ്രമുഖന്മാർ ONV കുറുപ്പും നമ്മുടെ മലയാറ്റൂർ രാമകൃഷ്ണനൊക്കെ ആയിരുന്നു. അന്ന് അവർ ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളാണ്. RSS എന്തോ മഹാക്കുഴപ്പക്കാരാണെന്നൊക്കെ വിചാരിച്ചിട്ട് ആക്രമിക്കാൻ വന്നു. അവരെ പോലീസ് തടഞ്ഞു, പിടിച്ചുകൊണ്ട് പോയി. നാരായണപിള്ള എന്ന് പറഞ്ഞൊരു ഇൻസ്പെക്ടറാണ്. അങ്ങനെയാണ് കേരളകൗമുദിയുടെ വാർത്ത. അപ്പോൾ ഞാൻ കേരളകൗമുദിയുടെ ആർക്കൈവ്സിൽ നിന്ന് ഈ വാർത്ത തപ്പിയെടുത്തു, അന്നത്തെ പത്രം. ഈ നാരായണപിള്ള ആരാന്ന് അന്വേഷിച്ചു. ഇദ്ദേഹമാണ് ഇടിയൻ നാറാപിള്ള എന്ന് പിന്നീട് അറിയപ്പെട്ടത്. അങ്ങനെ ഇടിയൻ നാറാപിള്ള ഇവരെ പിടിച്ചു മാറ്റി. ഗുരുജിയുടെ പ്രോഗ്രാം അങ്ങ് നടന്നു. അപ്പോൾ അന്ന് ആ ദിവ്യന്മാരൊക്കെ കല്ലെറിയാൻ ശ്രമിച്ച RSS ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വലിയ ഓഡിറ്റോറിയത്തിൽ വലിയ പൗരപ്രമുഖന്മാരും അവരൊക്കെ വൈസ് ചാൻസലറൊക്കെ ആയിട്ട് ചരിത്രം എത്ര മാറി നോക്ക്. ഈ എത്ര തവണ കല്ലെറിഞ്ഞു, എന്തെല്ലാം പ്രാഗി, എന്തൊക്കെ ചെയ്തു. ഇത് വളരുന്നതല്ലാതെ തളരുന്നില്ല. ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ എതിർപ്പ് വാസ്തവത്തിൽ സ്വയം സേവർക്കൊരു ആവേശമായിട്ട് മാറും അല്ലേ. ഉറങ്ങിക്കിടക്കുന്ന ആളും മാപ്പൂരാണ്, സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഘടനയെ ഉണർത്താൻ പറ്റിയ ഏർപ്പാട്, അതിനെ ഒന്ന് എതിർക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ പത്തി താഴ്ത്തിയിരിക്കുന്ന ആൾക്കാരുമൊക്കെ ചാടിയിറങ്ങും, ഒരു ഉണർവ് വരും. ഇത് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അറിയാമായിരിക്കാം. അവരുടെ ഒരു നിസ്സഹായതയാണ് RSSനെ എതിർക്കുക. RSSനെ എതിർത്തില്ലെങ്കിൽ ഒരെന്തോ കുറച്ചിലാണ് എന്നുള്ളൊരു ധാരണ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രസാദിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. കുറച്ച് മുസ്ലിങ്ങളതിൽ പ്രസാദിക്കാറുമുണ്ട്. ഇപ്പോൾ ഈ സംഭവത്തിലുണ്ട്, വൈസ് ചാൻസലർ സംഭവത്തിൽ മുസ്ലിം ലീഗ് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അവരും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ. വാസ്തവത്തിൽ അവരാണ് ഏറ്റവും ശക്തമായിട്ട് RSSനെ വിമർശിക്കേണ്ടവർ. അവർ മിണ്ടില്ല. ഈ മിണ്ടുന്നത് ആദ്യം CPM ആയിരിക്കും. ഇപ്പോഴും നോക്കുക, CPM ആണ് വൈസ് ചാൻസലർമാർ പോയി എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ ഒരു ദിവസം VD സതീശൻ പിടിച്ചു നിന്നു. അടുത്ത ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങേർക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനൊന്നും സമയം കിട്ടില്ല. ആരോടെങ്കിലും പറഞ്ഞു കാണും, എന്തെങ്കിലും എഴുതി തൊലയ്ക്കട എന്ന് പറഞ്ഞു കാണും. ഇതിൽ കവിഞ്ഞുള്ള പ്രാധാന്യം ഇതിനില്ല. അതേസമയം നാട്ടിലെ RSSകാരെല്ലാം ഫേസ്ബുക്കുള്ളവർ ഫേസ്ബുക്കിലും ട്വിറ്ററിലുള്ളവർ ട്വിറ്ററിലും ആരാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഉഷാറായി. ഇതാണ് ഈ വിവാദം കൊണ്ടുണ്ടായത്. ഇതിൻ്റെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. വൈസ് ചാൻസലർമാരവിടെ പോയതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അത് തെറ്റാണ് എന്ന് ധരിക്കുന്നതാണ് തെറ്റ്. അത് അവരുടെ ഒരു, എനിക്ക് വായിജ്യത്തിനോടൊരു വെറുപ്പുണ്ട്, ഓക്കെ, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാവരും വായിജ്യത്തിനെ വെറുക്കേണ്ടതാണ് എന്നൊരു നിലപാടും കൊണ്ട് ഞാൻ നടന്നാൽ ഞാൻ അപഹാസ്യനാകുകയുള്ളൂ. കാരണം എന്നെപ്പോലെ തന്നെ സുഹൃത്തുക്കൾ വായിജ്യത്തിനുണ്ട്, ഒരുപക്ഷെ അതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ എന്തു ചെയ്യും? ഈ കാര്യത്തിൽ വായിജ്യത്തിൻ്റെ സുഹൃത്തുക്കളുടെ എണ്ണം ഭീകരമാണ്. എൻ്റെ സുഹൃത്തുക്കൾ വളരെ കുറവാണ്. ഇപ്പോൾ RSSൻ്റെ സുഹൃത്തുക്കളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ എതിർക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ തുച്ഛമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ
ഈ ബഹളം വെച്ച് സംഭവിക്കാൻ പോകുന്നത് ആരെയാണോ ഇവർ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റാൻ RSS മെയിൻ സ്ട്രീമിൽ വരാൻ പാടില്ല എന്ന് വിചാരിക്കും, അവർ കൂടുതൽ മെയിൻ സ്ട്രീമിൽ വരും. ഇവർ വല്ലാതെ എതിർത്ത് കഴിഞ്ഞപ്പോൾ BJPക്ക് 3 സീറ്റ് കിട്ടി. കണ്ടമാനം ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ കൊണ്ടുപോയി. കൂടിയാണല്ലോ വരുന്നത്. വിചാരിച്ചത്രയും കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. എനിക്കും പ്രതീക്ഷയുണ്ട് BJP 140 സീറ്റും കേരളത്തിൽ പിടിച്ചു വരണമെന്ന്. ഉടനെ നടക്കുന്ന കാര്യമല്ല. വിചാരിച്ചത്രയും വരുമോ എന്ന് ചോദിച്ചാലില്ല, പക്ഷേ വരുന്നുണ്ട്. അപ്പോൾ ഈ എതിർപ്പ് കൊണ്ട് ഒരു സംഘടനയെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്നവർ മനസ്സിലാക്കണം. ലീഗലിയും ചെയ്തു നോക്കി. അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചു, ഗാന്ധിവധത്തിൻ്റെ കാലത്ത് നിരോധിച്ചു. സർപ്രൈസിങ്ങിൽ ഒരു കാര്യം വൈദ്യത്തിനറിയാമോ? ഗാന്ധി വധത്തിൻ്റെ പേരിലല്ല RSS നിരോധിക്കപ്പെട്ടത്. രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചില സമൂഹത്തിൽ വിദ്വേഷം പടർത്തുന്നു, ഇങ്ങനെ 1-2 കാര്യങ്ങൾ പറഞ്ഞാണ് RSSനെ നിരോധിക്കുന്നത്. ഗാന്ധിവധത്തിൽ ടെക്നിക്കലി അതിനകത്ത് ആ നോട്ടിഫിക്കേഷനിൽ ഗാന്ധിവധത്തിൻ്റെ പരാമർശമില്ല, ഉണ്ടാവാനും പറ്റില്ല. കാരണം ഗാന്ധിവധത്തിൽ RSSനൊരു പങ്കുമില്ല, ഗോൾവൽക്കറെ വിചാരണ ചെയ്തിട്ടുമില്ല, ഒന്നുമില്ല. അപ്പോൾ അന്ന് നിരോധിച്ചു, പിന്നെ അടിയന്തരാവസ്ഥയിൽ നിരോധിച്ചു, പിന്നെ നരസിംഹറാവു നിരോധിച്ചു രാമജന്മഭൂമിയെ തുടർന്ന്, അയോധ്യ സംഭവത്തെ തുടർന്ന്. അങ്ങനെ അതുകൂടാതെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നിരോധിച്ചിട്ടുണ്ട് കേട്ടോ. കോലാപ്പൂർ മഹാരാജാവ് നിരോധിച്ചു. ബ്രിട്ടീഷുകാർ ഇവിടെ നമ്മളുടെ സെൻട്രൽ പ്രോവിൻസ് ആൻഡ് ബിരാർ, മധ്യപ്രദേശും ഉത്തർപ്രദേശിൻ്റെ കുറച്ച് അംശവും ചേർത്തുള്ള വലിയൊരു പ്രോവിൻസായിരുന്നു അത്. CP ആൻഡ് ബിരാർ എന്ന് പറയും. CP ആൻഡ് ബിരാറിൽ RSSനെ അല്ല നിരോധിച്ചത്, RSSകാർ സർക്കാർ സർവീസിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു നിരോധനം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്നു. ഇങ്ങനെ ഒരുപാട് നിരോധനവും സംഗതിയും ആക്രമണവും ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളർന്നു വന്നൊരു സംഘടനയാണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസ്കഷൻ്റെ തുടക്കത്തിൽ വായിച്ച് പറഞ്ഞില്ലേ, TGക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരു വിഷയമാണ് ഈ വാസ്തവമാണ്. അതുകൊണ്ട് കാരണം ഈ ഒരുപാട് നിരോധനങ്ങൾ കണ്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഈ അത് പിന്നീടൊരു നിരോധനം എന്ന് പറയാം, നമുക്ക് നിരോധനം ശരി നോക്കാം, ഇങ്ങനെ അങ്ങ് ലാഘവത്തോടെ കാണും. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഡിഫറൻസ്. അപ്പോൾ എന്നോട് നാരായൺജിയാണ് പറഞ്ഞത്, ഇങ്ങനെ ഗുരുജിയെ കല്ലെറിഞ്ഞു, അതിൻ്റെ വാർത്ത ഒന്ന് സംഘടിപ്പിക്കണം. ഞാൻ പറഞ്ഞു, നാരായൺജി ബുദ്ധിമുട്ടാണ്, തിരുവനന്തപുരത്ത് പോകേണ്ടി വരും, പോകണമെങ്കിൽ പോകണം. ഞാൻ പറഞ്ഞു ശരി പോകാം. അതിനായിട്ടില്ല, ഞാൻ വേറൊരു കാര്യത്തിന് തിരുവനന്തപുരത്ത് പോയപ്പോൾ ഒരു ദിവസം കൂടെ അവിടെ താമസിച്ച് കേരളകൗമുദിയിൽ പോയി അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ എനിക്കത് ലൈവായിട്ട് ഇപ്പോൾ ചോദിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിലുണ്ട് ഈ സംഭവം. അപ്പോൾ അന്ന് കല്ലെറിഞ്ഞു, ഇന്ന് കല്ലൊന്നും പറഞ്ഞില്ലല്ലോ, ഫേസ്ബുക്ക് പോസ്റ്റല്ലേ, സാരമില്ല. ഇന്ന് കല്ലെറിയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ആലോചിക്കുക, ധൈര്യമുണ്ടോ എന്നല്ല, ആലോചിക്കുക, കല്ലെറിയാം, മോഹൻജി ഭാഗവത്തിനെ കല്ലെറിഞ്ഞ് കളയാം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ആരും ഇറങ്ങില്ല. തിരുവനന്തപുരത്തല്ല, കേരളത്തിൽ തന്നെ ഇറങ്ങില്ല. അപ്പോൾ പ്രോഗ്രാം അലമ്പാക്കി കളയുക, കല്ലെറിയുക, ആ സ്ഥിതിയിൽ നിന്ന് നിരുപദ്രവമായ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ആൾക്കാർ മാറിയിരിക്കുന്നു. അത് വലിയൊരു മാറ്റമാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ മാറ്റം സമൂഹത്തിലും കാണാനുണ്ട്. ഈ RSSനെ സംബന്ധിച്ച് ഈ ഒരു ചർച്ചകൾ എല്ലാവരിലേക്കും എത്തുന്ന പരിപാടി, ഇതൊക്കെ ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. നേരത്തെ തന്നെ ഇപ്പോൾ പലപ്പോഴും ഗുരുജി ജന്മശതാബ്ദിയോടനുബന്ധിച്ചൊക്കെ എല്ലാവരിലേക്കും എത്തുകയും എല്ലാവരെയും കാണുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ദില്ലി വിജ്ഞാൻ ഭവനിലാണ് ഇതിൻ്റെ ആരംഭം, ഇതുപോലത്തെ പ്രോഗ്രാം. ഈ സമൂഹത്തിലെ ഇൻവൈറ്റഡ് ഓഡിയൻസ്, ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നത് ഇൻവൈറ്റ് ചെയ്ത പൊതുപരിപാടിയല്ല, അത് മാധ്യമങ്ങളെയും പ്രവേശിപ്പിച്ചിരുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള, അതേസമയം അതിൽ രഹസ്യമൊന്നുമില്ല. കാരണം ദീർഘകാലം ഇപ്പോഴും പ്രചാരകനായ ജയനന്ദകുമാർ, നന്ദേട്ടനും നമ്മൾ വിളിക്കുന്നു, നന്ദേട്ടൻ എൻ്റെ ഫേസ്ബുക്ക് ലൈവ് ചെയ്തിരുന്നു. നന്ദേട്ടൻ്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട് 2 പോർഷനായിട്ട്, ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം, വേറൊന്ന് ചോദ്യോത്തരം. അപ്പോൾ അത് സീക്രട്ടാണ് എന്നൊന്നും വിചാരിക്കേണ്ട. മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ, അപ്പോൾ പിന്നെ യൂട്യൂബേഴ്സിനെ കയറ്റണ്ടേ. ഇതുപോലെയൊക്കെയുള്ള ധർമ്മസങ്കടം വന്ന് കാണും എന്നാണ്. ഞാനത് അന്വേഷിച്ചില്ല എന്തുകൊണ്ട് ഇവരെ കയറ്റിയില്ല അവരെ കയറ്റിയില്ല എന്നൊന്നും.
അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് രഹസ്യമൊന്നും ആയിരുന്നില്ല. ഫേസ്ബുക്ക് ലൈവ് വിടുന്ന സാധനം രഹസ്യമാകുന്നത് എങ്ങനെ? അപ്പോൾ പിന്നെ വിഷ്വൽസ്, രഹസ്യമായ വിഷ്വൽസ് ഞങ്ങൾക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം, പരസ്യമായിരുന്നു അത്. അപ്പോൾ അതിലൊന്നും കഥയൊന്നുമില്ല. ഇപ്പോൾ നേരത്തെ തന്നെ VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് നേരത്തെയൊക്കെ. അതായത് ഇതൊരു പൊതുപരിപാടി എന്നുള്ള നിലയിൽ എന്തിന് VD സതീശൻ വരെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇപ്പോഴൊരു പുതിയ, അതായത് ഇതെന്തോ തൊട്ടുകൂടാത്ത സംഘടനയാണ് എന്നുള്ള ലെവലിലേക്ക് മാറ്റാൻ അതിൽ ആ താരതമ്യത്തിൽ ചെറിയൊരു പെശകുണ്ട്. ഇപ്പോൾ VD സതീശൻ, അച്യുതാനന്ദൻ ഇവരൊക്കെ പങ്കെടുത്തു എന്ന് പറയുന്നത് അവർ വേദിയിൽ ഇരുന്ന് പങ്കെടുക്കുകയായിരുന്നു. അതെ, അത് പ്യുവർ RSSൻ്റെ പ്രോഗ്രാമല്ല, വിചാരകേന്ദ്രത്തിൻ്റെ പ്രോഗ്രാം, ബുക്ക് റിലീസ്, അത് ഇത്. അപ്പോൾ അതിൽ വേദിയിൽ അവരിയ്ക്കുന്നു, അവർ സംസാരിക്കുന്നു, പോകുന്നു. ഇത് അങ്ങനെയല്ല, ഇവർ ലിസണേഴ്സാണ്. ഇപ്പോൾ ഈ പറഞ്ഞ വൈസ് ചാൻസലർ ആരായാലും മോഹൻജി ഭാഗവത്തിൻ്റെ പ്രഭാഷണം കേൾക്കാനായിട്ട് ഇരിക്കുന്നവരാണ്. ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ടല്ലോ. അത് അവരുടെ ഒരു പോയിൻ്റ് നമുക്ക് വകവെച്ച് കൊടുക്കാൻ വേണമെങ്കിൽ. പക്ഷേ VD സതീശൻ ഗുരുജി ജന്മശതാബ്ദിയുടെ യോഗത്തിൽ പങ്കെടുത്തത് അത് വേറൊരു തലത്തിലാണ് നിൽക്കുന്നത്. ഈ രണ്ടിലും പെടാത്ത ഒരു തലത്തിലാണത് നിൽക്കുന്നത്. ഇതിങ്ങനെയൊന്നും ഇത്രയധികം ഒന്നും അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതെ, സമൂഹത്തിൽ ഒരുപാട് പരിപാടികൾ, സംഗതികൾ നടക്കുന്നു. സമൂഹത്തിൽ പലവിധ സംഘടനകളുണ്ട്. അതിൽ പൊതുപ്രവർത്തകരെ അവിടെ ഇവിടെ എല്ലാം പോകുന്നു. അതിൽ തെറ്റ്. ഞാൻ SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അവരുടെ പരിപാടിയിൽ 2 തവണ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒന്ന് കായംകുളത്ത് അവരുടെ വലിയ അഖില കേരള സമ്മേളനമായിരുന്നു അതിൽ. പിന്നെ കോഴിക്കോട് ചെറിയ സമ്മേളനമായിരുന്നു, ഹാൾ മീറ്റിംഗ് ആയിരുന്നു, ഒരു 10-200 പേര് അത്രയുള്ളൂ. ഈ 2ലും ഞാൻ പോയിരുന്നു. 2ലും ഞാൻ പ്രസംഗിച്ചത് എന്താണെന്നറിയാമോ? SIO പിരിച്ചുവിടണമെന്ന്. ആദ്യത്തെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്നെ അവർ വിളിക്കില്ലായിരിക്കും. പക്ഷേ നല്ല ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ്. അവർ വിളിച്ചു. അവർ പറഞ്ഞു കായംകുളം തെക്കായിരുന്നല്ലോ, കോഴിക്കോടൊന്ന് വരണം. കായംകുളത്തിൻ്റെ അത്രയും വലുതൊന്നും, കായംകുളത്ത് 10,000-6,000 പേരുണ്ടായിരുന്നു. കോഴിക്കോട്, ഞാൻ കോഴിക്കോട് പോയി. ഇത് തന്നെ ഞാൻ കോഴിക്കോട് പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. നിങ്ങൾക്ക് RSSൻ്റെ യോഗത്തിൽ വരാം, RSS പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടാം. നിങ്ങൾ ധൈര്യമായിട്ട് ആവശ്യപ്പെടുന്നു. ഞാൻ MV ഗോവിന്ദനെ RSSൻ്റെ പരിപാടിക്ക് ക്ഷണിച്ചതാണ്. റിപ്പോർട്ടർ ചാനലിലായിരുന്നു. ചർച്ച കഴിഞ്ഞപ്പോൾ അന്നും ഇതുപോലെ RSS ഒക്കെ വന്നു. ചർച്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാഷേ ഞാൻ RSSകാരുടെ ഒരു യോഗം വയ്ക്കാം. മാഷ് അവിടെ വന്നിട്ട് കമ്മ്യൂണിസം എന്താണ് എന്ന് വിശദീകരിക്കണം. 1 മണിക്കൂർ മതി. ഞങ്ങൾ ചോദ്യങ്ങൾ എഴുതിത്തരും. ഒരു ബഹളവും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അത് ഞാൻ ഗ്യാരണ്ടീഡാണ്. എന്ത് പറയുന്നു? പുള്ളി പറഞ്ഞു, അത് ചെയ്യാം. അപ്പോൾ നികേഷ് കുമാറുണ്ട്. ചർച്ച കഴിഞ്ഞു, ബട്ട് നികേഷ് കുമാർ അവിടെ നിൽക്കും. നികേഷ് കുമാർ പറഞ്ഞു, മാഷ് RSSൻ്റെ പ്രോഗ്രാമിൽ പോകാൻ പോവുകയാണോ? അപ്പോൾ മാഷ് പറഞ്ഞു, അല്ല, ഞാനതൊരു സെമിനാർ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെ തന്നെ കണ്ടാൽ മതി, സെമിനാറായിട്ട് കണ്ടാൽ മതി. സെമിനാറായിട്ട് കണ്ടില്ലെങ്കിൽ തന്നെ RSSകാർക്ക് കമ്മ്യൂണിസ്റ്റ് വിരോധമുണ്ട്, അത് മാഷിനറിയാമല്ലോ. ആ വിരോധം മാറ്റാനായിട്ട് എന്താ ചെയ്യുക? കമ്മ്യൂണിസം എന്താണെന്ന് ശാന്തമായിട്ട് അവരോട് പറയുക. കുറേ പേർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവില്ല. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ആശയം പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ മാഷ് മാത്രമാണ് അതിൽ പ്രാസംഗികൻ. അതിന് സെമിനാറെന്ന് വിളിക്കണം, അങ്ങനെ വിളിക്കാം. മാഷ് സമ്മതിച്ചില്ല. നികേഷും പറഞ്ഞു, അതൊക്കെ അപകടമാകും മാഷ്, ആലോചിച്ചൊക്കെ വേണം. കാര്യം ഇത് ഈ 2 പേർക്കും, നികേഷിനും അറിയാം, ഗോവിന്ദ മാഷിനും അറിയാം, ഞാൻ പറയുന്നത് ശരിയാണ്. പക്ഷേ കേരളത്തിലത് ചെയ്തു കഴിഞ്ഞാൽ തെറ്റായിട്ട് മാറും. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ? ഇല്ല. നിങ്ങളുടെ ആശയം ഞങ്ങളുടെ ഇടയ്ക്ക് വന്ന് പ്രചരിപ്പിച്ചോ എന്ന് പറയാം. ഞങ്ങളുടെ സംശയത്തിന് ഞാൻ പിന്നെയും ഒരു ഇളവ് വെച്ച് ഞാൻ പറഞ്ഞു, ഞങ്ങൾ സംശയം ചോദിക്കുന്നില്ല. മാഷ് ഏകപക്ഷീയമായിട്ട് പ്രസംഗിക്കുക, പൊക്കോളുക, നോ ക്വസ്റ്റ്യൻ ആസ്ക്ഡ്. അതും പറ്റില്ല. അപ്പോൾ ഇത് ശരിയാണ് എന്ന് മാഷിന് നന്നായിട്ട് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി അല്ലേ, ഞാനീ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ പരക്കുമല്ലോ.
ഇത് നടന്ന സംഭവമാണ്. മാഷിനറിയാൻ ഞാൻ പറയുന്നത് ശരിയാണ്. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ഗോവിന്ദൻ, എം വി ഗോവിന്ദൻ ക്രൂശിക്കപ്പെടും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടും. RSSകാരോട് സംസാരിച്ചു എന്നുള്ള കുറ്റത്തിന് ആ മനുഷ്യൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടും. അപ്പോൾ ഇനിയിപ്പോൾ ഈ ആശയദാർഢ്യം ഇല്ലാത്തത് ആർക്കാണെന്ന് ആലോചിച്ച് നോക്കി. ഇവർക്കൊക്കെ വേണ്ടാത്ത പേടിയാണ്. ഞാനതുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ പേര് തുടക്കത്തിൽ പറഞ്ഞത്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് പേടിയില്ലാത്തത്? അവർക്ക് പേടിയില്ല. ഞാൻ RSS ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് SIO എന്നെ വിളിച്ചത്. അവരെ പിരിച്ചുവിടണമെന്ന് അറിയുന്നൊരു മനുഷ്യന് അവർ വിളിച്ചിട്ട് ശരി ചേട്ടൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കേൾക്കട്ടെ. ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് SIO പിരിച്ചുവിടാനൊന്നും അവർ പോകുന്നില്ലല്ലോ. അവർക്ക് അവരുടെ ഒരു ഇതില്ലേ, തൻ്റെ ഇടമില്ലേ, ക്യാരക്ടറില്ലേ. ബട്ട് എന്താണ് ഈ RSSകാർക്ക് ഞങ്ങളെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് കേൾക്കാം. അതൊരു പോയിൻ്റല്ലേ, അതിനവർ തയ്യാറായി. ഇപ്പോഴും ഞാൻ പറഞ്ഞു നോക്കൂ, ഈ RSS പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിൽ പരിഭവമാർക്കാണ് CPMനും കോൺഗ്രസിനുമാണ്, അല്ലാതെ വേറെ ആർക്കും പരിഭവമില്ല. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അല്ലേ, അതെ അതെ, അയാൾക്ക് പറയാൻ പറ്റാതെയായി. കാരണം മുഖ്യമന്ത്രി പറഞ്ഞില്ലേ. അപ്പോൾ മുമ്പേ ഗമിക്കുന്ന ഗോവിൻ്റെ പിന്നാലെ പോകണ്ടേ, പോയില്ലെങ്കിൽ മോശം. അതുകൊണ്ട് അയാളും പറഞ്ഞു, അറിയാവുന്ന ചില ഭാഷയൊക്കെ ഉപയോഗിച്ചിട്ട് അക്ഷന്തവ്യമായ അപരാധമാണെന്നൊക്കെ പറഞ്ഞു. അക്ഷന്തവ്യമായ അപരാധമാണ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥമൊന്നും മനസ്സിൽ കാണുന്നില്ല ആ സമയത്ത്. ഒരു ശൈലിയിൽ അങ്ങ് തട്ടിവിടുകയാണ്. ഈ VC മാർക്കെതിരെ നടപടി എടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇതിവിടെ അനുവദിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വല്ല നടപടിയൊക്കെ എടുക്കാൻ കഴിയുമോ? അങ്ങ് എന്ത് നടപടി എടുക്കും? ഒരാളൊരു യോഗത്തിൽ പങ്കെടുത്ത് നടപടി എടുക്കാൻ പറ്റും? നത്തിങ് ക്യാൻ ബി ഡൺ. ഈ SIO ജമാഅത്തെ ഇസ്ലാമിയുടെ ആണല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഗുരുജി ഗോൾവൽക്കറുടെ ഒരു അഭിമുഖമൊക്കെ നേരത്തെ ജമാഅത്തെ ഇസ്ലാമി പ്രബോധനത്തിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, 80കളിലോ മറ്റോ, ശരീഅത്തുമായിട്ട് ബന്ധപ്പെട്ടായത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലായിടത്തും ഈ ആദർശവും സംവാദവും നടന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇതിലൊരു ഇപ്പോൾ ജനാധിപത്യപരമായ മാറ്റങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെ ഒറ്റയടിക്കങ്ങ് മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ ഇങ്ങനെ തൊട്ടുകൂടായ്മയൊക്കെ നടന്നാൽ പിന്നെ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക? അല്ല, ഈ ഒറ്റയടിക്ക് മാറ്റി നിർത്തുന്നു എന്ന് അവർ വിചാരിക്കുന്നതാണ് മനസ്സിൽ. സമൂഹം ഇത് മൈൻഡ് ചെയ്യുന്നില്ല. സമൂഹം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സമൂഹത്തിൽ RSSൻ്റെ അക്സെപ്റ്റൻസും കൂടിക്കൂടി വരികയാണ്. കൂടിക്കൂടിയെന്നല്ല, കേരളത്തിലെ ഹിന്ദുക്കളിൽ പലരും, ഭൂരിഭാഗം പേരും ഒരു 40 വയസ്സ് കഴിഞ്ഞവർ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ RSSൻ്റെയോ അനുബന്ധ സംഘടനകളുടെയോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തവരാണ്. അവർ ആക്റ്റീവ് അല്ലെന്നേ ഉള്ളൂ. ആരോട് സംസാരിച്ച് കഴിഞ്ഞാൽ പറയും, ചെറുപ്പത്തിൽ ഞാൻ പോയിരുന്നു, പിന്നെ ജോലി കിട്ടി, പിന്നെ അങ്ങനെ ആ കണക്ഷൻ പോയി. ഇയാളിപ്പോൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഇടതുപക്ഷ യൂണിയൻ്റെ നേതാവോ സംഗതിയൊക്കെ ആയിരിക്കും. ബട്ട് പേഴ്സണൽ ടോക്കിൽ പുള്ളി ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ യെസ് ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പ്രെഡ് ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ഇപ്പോൾ KN കുഞ്ഞാമ്മദിൻ്റെ പരാതി എന്താ? CPMൽ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൽ മുഴുവൻ സംഘികൾ നിറഞ്ഞ് ശ്വാസം മുട്ടുന്നു, എന്നെ രക്ഷിക്കണേ.